പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ ഈ ലോകത്തേക്ക് വന്നിരിക്കുന്നത് താൽക്കാലികമായ ഒരു ജീവിതത്തിൽ ഒരിക്കലും അവസാനിക്കാത്ത പരലോക ജീവിതത്തിന് വേണ്ടി, സ്വർഗത്തിന് വേണ്ടി തയ്യാറെടുക്കാനാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നമ്മളുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ പരിശ്രമിക്കണം. അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്നും പരിപൂർണമായി മാറി നിൽക്കാൻ വേണ്ടി പരിശ്രമിക്കണം. എങ്കിലേ സ്വർഗം ലഭിക്കുകയുള്ളൂ എന്ന് എനിക്കും നിങ്ങൾക്കുമൊക്കെ അറിയാം. എന്നിട്ടും പല കാരണങ്ങൾ കൊണ്ട്, അശ്രദ്ധ കൊണ്ട്, മറവി കൊണ്ട് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ വരാറുണ്ട്, തിന്മകൾ വരാറുണ്ട്. സ്വാലിഹായ അമാലുകൾ ചെയ്യാൻ ഗഫലത്തും മടിയുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. അതൊക്കെ സംഭവിക്കുന്നത് മരണവും മരണത്തിന് ശേഷമുള്ള ആ യഥാർത്ഥമായ ജീവിതത്തെക്കുറിച്ചുള്ള ചിത്രം നമ്മുടെ മനസ്സിൽ നിന്ന് അപ്രത്യക്ഷമാകുമ്പോഴും അശ്രദ്ധമാകുമ്പോഴാണ്. അതുകൊണ്ടാണ് ഇടയ്ക്കിടെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തെക്കുറിച്ചും അതിനുശേഷമുള്ള ജീവിതത്തെക്കുറിച്ചൊക്കെ സഹാബാക്കളെ അടിക്കടി ഓർമ്മിപ്പിക്കുന്നത്. മിമ്പറുകളിലും ഖുതുബകളിലുമൊക്കെ അത് ഓർമ്മിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ജീവിതം തഖ്വയിൽ അധിഷ്ഠിതമാകാൻ, ഹറാമിൽ നിന്ന് മാറി നിന്ന് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പരിപൂർണമായും അനുസരിക്കാൻ വേണ്ടിയിട്ടാണ്. അത്തരത്തിൽ നമ്മളെ സഹായിക്കുന്ന ചില ടിപ്പുകൾ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് നമുക്ക് തരാണ്. 10 പോയിന്റുകളാണ് അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നത്. അതിൽ 9ാമത്തെ പോയിന്റ്, നമുക്ക് ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കാൻ സഹായിക്കുന്ന 9ാമത്തെ പോയിന്റ്, മുജാനബത്തുൽ ഫുളൂലി ഫി മത്അമിഹി വമശ്റബിഹി വമൽബസിഹി വമനാമിഹി വജ്തിമാഇഹി ബിന്നാസ്. അനാവശ്യമായ രീതിയിലുള്ള കാര്യങ്ങളിൽ നിന്നും പരിപൂർണമായും മാറി നിൽക്കാൻ ശ്രമിക്കുക. അത് ആവശ്യമില്ലാതെ ഖുർആൻ പറഞ്ഞതുപോലെ, നിങ്ങൾ കുലു വഷ്റബു വലാ തുസ്രിഫു, നിങ്ങൾക്ക് ഈ ദുനിയാവിൽ അനുവദിക്കപ്പെട്ട ഏത് സ്വാദിഷ്ടമായ ഭക്ഷണവും കഴിക്കാം, പാനീയവും കുടിക്കാം, എത്ര വിലപിടിപ്പുള്ള വസ്ത്രവും ധരിക്കാം, അതൊന്നും ഒരു കുഴപ്പമില്ല, അനുവാദമുള്ള കാര്യമാണ്. അങ്ങനെ നിങ്ങൾ കുടിക്കുന്നതും കഴിക്കുന്നതും ധരിക്കുന്നതും ഒക്കെ അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അള്ളാഹുവിന് ഇഷ്ടമാണ്. പക്ഷെ അതിലൊക്കെ നമുക്കൊരു ലിമിറ്റ് ഉണ്ടാകണം, കൺട്രോൾ ഉണ്ടാകണം. പരിധി വിട്ട് കടക്കാൻ പാടില്ല. വല തുസ്രിഫു, ഇസ്രാഫ് ഉണ്ടാകാൻ പാടില്ല എന്ന് അള്ളാഹു തആല പറയുന്നുണ്ട്. അത് തന്നെയാണ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കേണ്ട പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ ഇബാദത്ത്, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ കുറിച്ചുള്ള പഠനം, ഇൽമ്, പഠിക്കൽ, പഠിപ്പിക്കൽ, അതുപോലെ തന്നെ സോഷ്യൽ വർക്കുകൾ, ഇങ്ങനെ തുടങ്ങി വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ സമയം, നമ്മുടെ ഫിക്ർ, നമ്മുടെ ചിന്ത, നമ്മുടെ ആഗ്രഹം ഇതൊക്കെ ചെലവഴിക്കുന്നത് ഭക്ഷണ കാര്യങ്ങളിലാകരുത്, പാനീയ കാര്യങ്ങളിലാകരുത്, വസ്ത്രം ഒരുങ്ങുന്നതിലാകരുത്. എത്രയോ ആളുകൾ, പ്രത്യേകിച്ച് നമ്മുടെ പെണ്ണുങ്ങൾ, പുറത്തേക്കൊക്കെ ഒരുങ്ങി വരുമ്പോൾ മണിക്കൂറുകൾ അവർ സമയമെടുത്തിട്ടാണ് ഒരുങ്ങി പുറത്തേക്ക് വരുന്നത്. അതിലൊക്കെ നമ്മുടെ സമയം എത്ര വിലപ്പെട്ടതാണെന്നുള്ള ചിന്ത നമുക്കുണ്ടാകണം. ആവശ്യമായ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ, അനുവദനീയമായ കാര്യങ്ങളാണ്, മുബാഹായ കാര്യങ്ങളാണ് ഈ പറയുന്നതൊക്കെ, പക്ഷേ അതിലുള്ള ഒരു ആധിക്യം, അധികമായിട്ടുള്ള അതിലുള്ള നമ്മുടെ ആഗ്രഹം അതൊഴിവാക്കുകയാണെങ്കിൽ പല തിന്മകളിൽ നമുക്ക് മാറി നിൽക്കാൻ കഴിയുമെന്നാണ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്. ഫഇന്ന ഖുവ്വത്തദ്ദാഇ ഇലൽ മആസി, പാപത്തിലേക്ക്, പാപങ്ങളിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്ന ഘടകങ്ങൾ, പ്രേരകം, ശക്തി എന്ന് പറയുന്നത് ഇന്നമാ തൻശഉ മിൻ ഹാദിഹിൽ ഫുളൂൽ, ഈ അനാവശ്യമായ കാര്യങ്ങളിലൂടെയാണ് ഉണ്ടാകുക. അതിൽ മഹാനവറുകൾ പറഞ്ഞൊരു കാര്യം, പിന്നെ ഇജ്തിമാഇഹി ബിന്നാസ്, ജനങ്ങളുമായി അധികമായിട്ട് ഇടപഴകുന്നത് നല്ല കാര്യമാണ്. പക്ഷേ കളിതമാശകൾ പറഞ്ഞ് ചിരിച്ച് ഒരുപാട് അങ്ങനെ അധികമായിട്ട് സംസാരിച്ച് നമ്മുടെ സമയം ചെലവഴിക്കുന്നത് മുഖേന നമുക്ക് ആഖിറത്തെക്കുറിച്ചുള്ള മറവി ഉണ്ടാകും. പലപ്പോഴും നബിതങ്ങൾ അങ്ങനെയുള്ള സദസ്സുകൾ കാണുമ്പോൾ, ഒരു പ്രാവശ്യം നബിതങ്ങൾ വന്നപ്പോൾ സഹാബാക്കൾ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ് എന്തോ പറഞ്ഞിട്ട്. അപ്പം നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ഉപദേശിക്കുന്നുണ്ട്, ഞാൻ അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിയുമായിരുന്നെങ്കിൽ വളരെ കുറച്ച് മാത്രം ചിരിക്കുകയും അധികമായി നിങ്ങൾ കരയുകയും ചെയ്യുമായിരുന്നു. സത്യത്തിൽ
ചിരിക്കുക, സന്തോഷിക്കുക, ആനന്ദിക്കുക, ഫാമിലിയുമായി, കൂട്ടുകാരുമായി, അത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. പക്ഷെ അവിടെയൊക്കെ നമുക്കൊരു ലിമിറ്റ് ഉണ്ടാകണം, ഒരു ഹദ് ഉണ്ടാകണം. നമ്മളെ ആഖിറത്തെ മറപ്പിച്ച് കളയുന്ന തരത്തിലാകരുത് ഒരു ബന്ധവും ഒരു കൂട്ടുകെട്ടും. നമ്മളെ തിന്മകളിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലാകരുത് നമ്മുടെ കൂട്ടുകാരുമായിട്ടുള്ള സഹവാസങ്ങളൊന്നും. ഇതാണ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്. നമ്മുടെ ഈ പറഞ്ഞ അനുവദനീയമായ കാര്യങ്ങൾ, ഭക്ഷണമാകട്ടെ, നമ്മൾ വസ്ത്രമാകട്ടെ, ഉറക്കമാകട്ടെ, കൂട്ടുകാരുമായിട്ടുള്ള സഹവാസങ്ങളാകട്ടെ, ഇതൊക്കെ ദീൻ അനുവദിക്കുന്നതും അതിലൊക്കെ വിശാലത കാണിക്കുന്നതുമാണ്. പക്ഷേ ഇതൊന്നും നമ്മളെ തെറ്റുകളിലേക്ക് കൊണ്ടെത്തിക്കുന്നതാകാൻ പാടില്ല എന്നാണ് മഹാനവറുകൾ പറഞ്ഞത്. മഹാനവറുകൾ പറയുന്നുണ്ട്, ഫഇന്നഹാ തത്ലുബു ലഹാ മസ്രിഫൻ. മനുഷ്യൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ അധികമായി സമയം ചെലവഴിക്കുമ്പോൾ, സമ്പത്ത് ചെലവഴിക്കുമ്പോൾ, അധ്വാനം ചെലവഴിക്കുമ്പോൾ അവൻ്റെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളുണ്ട്. അതിലൂടെ അവൻ്റെ ഉലമാക്കൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, ഷഹവത്ത്, ഭക്ഷണം അധികമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ, വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ആസക്തി എന്ന് മലയാളത്തിൽ പറയും, ഇംഗ്ലീഷിൽ അതിൽ ലസ്റ്റ്, ഡിസയർ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാവുകയും തിന്മ ചെയ്യാനുള്ള ത്വര, ആഗ്രഹം മനസ്സിലുണ്ടാകുമെന്ന് ഉലമാക്കൾ നമുക്ക് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് ഇത് വർദ്ധിച്ചു കഴിഞ്ഞാൽ ഇതെവിടെങ്കിലും ചെലവഴിക്കണം. ഞാൻ കഴിച്ച ആഹാരം, അമിതമായി കഴിച്ച ആഹാരം, അതുപോലെ ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ, ഇത് എവിടെയെങ്കിലും നമുക്ക് കൊണ്ടുവെക്കണം. അത് അനുവദനീയമായ കാര്യങ്ങൾ മതിയാകാതെ വരും. ഫയലീഖു അലൈഹ അൽ മുബാഹ്, ഇതൊക്കെ അനുവദിക്കപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷെ നമ്മുടെ ആഗ്രഹങ്ങൾ വർദ്ധിക്കുമ്പോൾ അള്ളാഹു അനുവദിച്ച കാര്യങ്ങളിൽ മാത്രം അത് നിൽക്കുകയില്ല. ഫതതഅദ്ദാഹു ഇലൽ ഹറാം, അത് ഹറാമിലേക്ക് അവസാനം കൊണ്ടെത്തും. അതുകൊണ്ടാണ് മഹാന്മാർ പറഞ്ഞത് നമ്മൾ അതിലൊക്കെ ഒരു കൺട്രോൾ ഉണ്ടാകണം. ഖുർആൻ അത് തന്നെ പറയുന്നുണ്ട്. അത് നമ്മുടെ റൂഹിന്റെ ഭക്ഷണമാണ്, ശരീരത്തിന്റെയും ഭക്ഷണമാണ്. കുലു വഷ്റബു വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ എന്നുള്ള വിശദീകരണത്തിൽ ഇബ്നു കസീറിന്റെ തഫ്സീറിൽ കാണാം, ഖാല ബഅദു സലഫ്, ചില സലഫി പണ്ഡിതന്മാർ പറയുന്നുണ്ട്, മുൻഗാമികളായ മഹത്തുക്കൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, ജമഅല്ലാഹു അത്തിബ്ബ കുല്ലഹു ഫീ നിസ്ഫ്, മുഴുവൻ വൈദ്യശാസ്ത്രവും അല്ലാഹു തആല ഇതിൽ പറഞ്ഞിട്ടുണ്ടെന്ന്. വലാ തുസ്രിഫു എന്നുള്ള പദത്തിൽ ഏകദേശം അത് അള്ളാഹു നമുക്ക് പറഞ്ഞു. ഇത് നമ്മൾ പാലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയും. ഒരു അറബി ലേഖനം വായിച്ചപ്പോൾ അതിൽ ആ ലേഖകൻ പറയുന്ന രണ്ട് കാര്യങ്ങൾ, അനുഭവങ്ങൾ. വഖദ് അസ്ലമ ത്വബീബുൻ അമരീക്കിയൻ, ഒരു അമേരിക്കൻ ഒരു ഡോക്ടർ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അദ്ദേഹത്തോട് ആ ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള കാരണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വരാനുണ്ടായ കാരണം നിങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഒരു ഹദീസാണ്. ഏതാണ് ആ ഹദീസ്? തിർമിദി റിപ്പോർട്ട് ചെയ്ത തഫ്സീർ ഇബ്നു കസീറിൽ തന്നെ ഈ ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. മാ മലഅ ആദമിയുൻ വിആഅൻ ശർറൻ മിൻ ബത്ൻ, ഒരു മനുഷ്യൻ നിറക്കുന്ന പാത്രങ്ങളിൽ ഏറ്റവും മോശമായ പാത്രം അവൻ്റെ വയറാണ്. അവൻ്റെ വയറാണ്. ബിഹസ്ബി ബിനി ആദം ഉകുലാത്തുൻ യുഖിംന സുൽബഹു, അവൻ്റെ ജീവൻ നിലനിർത്തുന്ന തരത്തിലുള്ള, മതിയാകുന്ന തരത്തിലുള്ള ഭക്ഷണം അവനക്ക് മതിയാകും, കഴിച്ചാൽ മതിയാകും. ഫഇൻ കാന ലാ മഹാലത, അതുകൊണ്ട് അവനക്ക് മതിയാകുന്നില്ല എങ്കിൽ അവൻ മാക്സിമം ഫസുലുസുൻ ത്വആം വസുലുസുൻ ഷറാബ് വസുലുസുൻ ലിനഫ്സിഹി, മൂന്നിലൊന്ന് ഭക്ഷണത്തിന് വേണ്ടി, മൂന്നിലൊന്ന് വെള്ളം പാനീയത്തിന് വേണ്ടി, മൂന്നിലൊന്ന് അവൻ്റെ ശ്വാസത്തിന് വേണ്ടി, കാലിയാക്കിയിടാൻ വേണ്ടി പറയുന്ന തിർമിദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. ഈ ഹദീസ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും അദ്ദേഹം പറയുന്നുണ്ട്, സുമ്മ ഖാല മുഅഖിബൻ ഹാദിഹി ഉസൂലു തിബ്, വൈദ്യശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനമാണ് ഈ ഹദീസ് എന്ന് പറയുന്നത്. വലൗ അന്നന്നാസ നഫദൂഹ മാ കാദ യംറിദു അഹദുൻ, ഇത് ജനങ്ങൾ നടപ്പിലാക്കി കഴിഞ്ഞാൽ രോഗികളുടെ എണ്ണം കുറയുമെന്നാണ്. മറ്റൊരു അനുഭവം അദ്ദേഹം അതിൽ പറയുന്നത്, ഒരു ജർമ്മൻ ഡോക്ടറും മുസ്ലിം മാധ്യമ പ്രവർത്തകനും പത്രപ്രവർത്തകനും തമ്മിലുണ്ടായ ഒരു സംഭാഷണമാണ്. ആ സംഭാഷണത്തിൽ ജർമ്മൻ ഡോക്ടർ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, മാ സബബു തഅഖുരിൽ മുസ്ലിമീന അനിൽ ഹലാറ വന്നഹ്ല, ഈ കാണുന്ന ഒരു മുന്നേറ്റം, സാംസ്കാരികമായ മുന്നേറ്റം മുമ്പുണ്ടായതിനേക്കാളും ഇസ്ലാം ഇന്ന് പിറകോട്ട് പോകാനുള്ള കാരണത്തെക്കുറിച്ച്
മുസ്ലിമായ മാധ്യമപ്രവർത്തകനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാരണം മുസ്ലിമീങ്ങൾ തന്നെയാണ്, ഇസ്ലാം തന്നെയാണ് എന്നൊക്കെയുള്ള രീതിയിൽ മറുപടി പറഞ്ഞു. ഉടനെ ആ ജർമ്മൻ ഡോക്ടർ അദ്ദേഹത്തെ കൈ പിടിച്ചു കൊണ്ടുപോയി ആ ഹോസ്പിറ്റലിൻ്റെ ഒരു ഭിത്തിയിൽ തൂക്കിയിട്ട ചില വചനങ്ങളിലേക്ക് ചൂണ്ടിക്കൊണിച്ചു. അവിടെ തൂക്കിയിട്ടിരുന്നത് ഈ ഹദീസിന്റെ ട്രാൻസ്ലേഷൻ ആയിരുന്നു. മാമല ഇബ്നു ആദം എന്ന് പറയുന്ന നബി തങ്ങൾ പറഞ്ഞ ആ ഹദീസിന്റെ, എന്നിട്ട് അതിൽ അവസാനം മുഹമ്മദ് ബിൻ അബ്ദില്ല എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ജർമ്മൻ ഡോക്ടർ ഈ മുസ്ലിമായ മാധ്യമപ്രവർത്തകനോട് ചോദിച്ചു, ഇതാരാണെന്ന് അറിയുമെന്ന് ചോദിച്ചു. അപ്പോൾ ഇത് ഞങ്ങളുടെ പ്രവാചകനാണ്, ഞങ്ങളുടെ മുഹമ്മദ് നബിയാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇന്ന് ഈ അവസ്ഥയിലേക്ക് എത്താനുള്ള കാരണം ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുള്ള മുഴുവൻ അധ്യാപകരും നിങ്ങൾ ഉപേക്ഷിച്ചു. നിങ്ങൾ അത് ഉപേക്ഷിച്ചതാണ് നിങ്ങൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്താനുണ്ടായ കാരണം. അദ്ദേഹം അവസാനം എന്നിട്ട് പറയുന്നുണ്ട്, ലിൽ അസഫ് ഇന്ന ജസദ മുഹമ്മദിൻ ഇൻദകും വതഅലീമുഹു ഇൻദനാ. മുഹമ്മദ് നബി തങ്ങളുടെ മരണപ്പെട്ട ശരീരം നിങ്ങളുടെ അടുക്കലുണ്ടാകാം, പക്ഷേ അദ്ദേഹത്തിൻ്റെ അധ്യാപനങ്ങളൊക്കെ പ്രാക്ടിക്കലായിട്ട് കൊണ്ടുപോകുന്നത് ഞങ്ങളാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇസ്ലാമിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചെന്നാണ്, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വയറ് നിറച്ച് കഴിക്കാൻ പാടില്ല. നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന കാര്യമാണ്. കുലു വഷ്റബു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ കഴിക്കുക, കുടിക്കുക, നല്ല വസ്ത്രം ധരിക്കുക, പക്ഷെ പിശുക്കില്ലാതെ, അതുപോലെ തന്നെ ഇസ്രാഫില്ലാതെ, അമിതവ്യയമില്ലാതെ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക. ഇതൊന്നും അമിതമാകരുത്. നമുക്ക് എണ്ണിയാലൊടുങ്ങാത്ത അല്ലെങ്കിൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ഒരുപാട് അമിതമായ തരത്തിൽ ഈ വിഷയത്തിൽ നമ്മൾ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആഖിറത്ത് അത് മറപ്പിച്ചു കളയുമെന്നാണ് മഹാന്മാർ ഈ ഹദീസിനെ മുൻനിർത്തി പറയുന്നത്. ഇമാം ഖസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസിന്റെ വിശദീകരണമായി പറയുന്നുണ്ട്, ഇതനുസരിച്ച് ഒരു മനുഷ്യൻ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഷർറിൽപ്പെട്ടതാണ് ഇഷ്തിദാദുൽ മആസി, പാപം ചെയ്യാനുള്ള ശക്തി മനസ്സിൽ വർദ്ധിക്കും എന്നാണ്. വഖാസത്തൻ അശ്ശഹ്വത്തുൽ ജിൻസിയ, നമ്മൾ ഈ പറയുന്ന ലസ്റ്റ്, അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ ശരീരത്തിൽ അധികമായിട്ടുണ്ടാകും. ഫഇദാ മനഅത് അത്തഖ്വ സ്വാഹിബഹ, ഇനിയൊരു പക്ഷെ അദ്ദേഹം നല്ല അധ്യാപനങ്ങളും അതുപോലെ തന്നെ നസീഹത്തുകളും ഖുർആനുമൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്ന ആളാണെങ്കിൽ ഒരു പക്ഷേ വ്യഭിചാരം പോലെയുള്ള ഹറാമുകളിൽ നിന്ന് ഒരു പക്ഷെ അദ്ദേഹത്തെ തടഞ്ഞേക്കാം. ഇമാം ഖസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, പക്ഷേ ഫലാ യംലികു ഐനഹു, അവൻ്റെ കണ്ണിനെ സിനയിൽ നിന്നും തടയാൻ അവനക്ക് കഴിയില്ല. ഇനി ഒരു പക്ഷേ കുറച്ചും കൂടി തഖ്വ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായാൽ കണ്ണിനെ ഹറാമിൽ നിന്ന്, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ നോക്കുന്നതിൽ തടഞ്ഞേക്കാം. പക്ഷേ ഫലാ യംലികു ഫിക്റഹു, അവൻ്റെ ചിന്ത അതിൽ നിന്നും മാറ്റിയെടുക്കാൻ അവനക്ക് സാധിക്കുകയില്ല. ഫതഖ്തുറു ലഹുൽ അഫ്കാറു റദിഅ, വളരെ മോശമായ അതിനെക്കുറിച്ചുള്ള ചിന്തകൾ അവൻ്റെ മനസ്സിലേക്ക് കടന്നു വരും. മഹാനവറുകൾ പറയാണ്. അതുപോലെ തന്നെ വഹദീഥു നഫ്സ് ബിശ്ശഹ്വ, അങ്ങനെ മനസ്സിനെ മലിനമാക്കുന്ന, മനസ്സിനെ മോശമാക്കുന്ന തരത്തിലുള്ള ചിന്തകൾ ഇതിലൂടെ ഉണ്ടാകുമെന്ന് ഇമാം ഖസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്. അപ്പോൾ വയറ് നിറച്ച് കഴിക്കുക എന്ന് പറയുന്നത് അത് ശരീരത്തിനും കേടാണ്, നമ്മുടെ റൂഹിനും കേടാണ്. എപ്പോഴും നമ്മൾ മിതമായ രീതിയിൽ ഭക്ഷണത്തെ സമീപിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. ഞാൻ എന്നോടാണ് പറയുന്നത്, നമ്മൾ ഓരോരുത്തരും ഈ ഉപദേശം നമ്മൾ കേൾക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ നമ്മുടെ ജീവിതത്തിൽ പകർത്താനും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനെ സംസ്കരിച്ചെടുക്കാനും വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, ഒരു നിക്കാഹ് കഴിക്കാൻ കഴിയാതെ, സാമ്പത്തികമായ മഹർ കൊടുക്കാൻ പോലും കഴിവില്ലാത്ത ഒരാളോട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കും, നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നീ നോമ്പെടുക്കാനാണ് പറയുന്നത്. അഥവാ നോമ്പെടുത്തുകൊണ്ട് തിന്മകളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ സാധിക്കണം. നമുക്കൊക്കെ നമ്മൾ ഭക്ഷണം കഴിച്ചു, കുറഞ്ഞത് നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യുന്ന തരത്തിലുള്ള സുന്നത്തായ നോമ്പുകളുണ്ട്. മാസത്തിൽ 3 നോമ്പ്, തിങ്കളും വ്യാഴവുമുള്ള നോമ്പ്, ഇതൊക്കെ നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ തിന്മകളിൽ നിന്നും മാറി നിൽക്കാൻ, അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യം സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. അല്ലാഹു തആല അമൽ ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി പിന്നെ അടുത്തതായിട്ട് പറയുന്നത് വമിൻ അഅളമിൽ അശ്യാഇ ളററൻ അലൽ അബ്ദി, അതുപോലെ തന്നെ മനുഷ്യനെ അവനെ തിന്മയിലേക്ക് കൊണ്ടെത്തിക്കുന്ന വളരെ അപകടം പിടിച്ചൊരു കാര്യമാണ് ബത്വാലതുഹു വഫറാഗുഹു, അവൻ്റെ ഒഴിവ് സമയങ്ങൾ.
ഒഴിവ് സമയങ്ങൾ വളരെ അപകടകരമായ കാര്യമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രണ്ട് കാര്യങ്ങളും ഒരുമിച്ചാണ് ഹദീസിൽ പറഞ്ഞത്. ഒരു മനുഷ്യനെ അവനെ നാശത്തിലേക്ക്, നരകത്തിലേക്ക് അവനെ കൊണ്ടെത്തിക്കുന്നത്, അവനെ നശിപ്പിച്ച് കളയുന്ന രണ്ട് സാധ്യങ്ങളാണ്. ഒന്ന് അവൻ്റെ രണ്ട് തുടകൾക്കിടയിലുള്ള അവയവവും, മറ്റൊന്ന് ഒഴിവ് സമയവുമാണെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടാണ് ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, നമ്മുടെ ഒഴിവ് സമയങ്ങളെ നമ്മൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. നമുക്ക് ഒഴിവ് സമയങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഒഴിവ് സമയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ആരോഗ്യകരമായ ചെലവഴിക്കുന്നതിലേക്ക് നമ്മൾ ജോലിയായിരിക്കണം. അത് ദുനിയാവിൻ്റെ തിരക്കുകളാകട്ടെ, ആഖിറത്തിൻ്റെ തിരക്കുകളാകട്ടെ, നമ്മൾ ഏതെങ്കിലുമൊക്കെ തിരക്കുകളിലായിരിക്കണം. നമ്മുടെ 24 മണിക്കൂർ ജീവിതത്തിൽ വെറുതെ ഇരിക്കുന്ന, ഒഴിവായിരിക്കുന്ന ഒരു സമയം അഥവാ അശ്രദ്ധമായി പോകുന്ന ഒരു സമയം ഉണ്ടാകാൻ പാടില്ല. ഒന്നില്ലെങ്കിൽ നമ്മൾ കളിയിലായിരിക്കണം. നമ്മൾ മനസ്സിലാകാൻ വേണ്ടി പറയാണ്, നമുക്ക് ഇബാദത്ത്, ഖിദ്മത്ത്, ബാക്കിയുള്ള കാര്യങ്ങളുണ്ട്. അവസാനം നമ്മളത് ആ സമയം വെറുതെ ഇരിക്കുന്നതിന് പകരം നമ്മുടെ മനസ്സിനെ ആനന്ദിപ്പിക്കുന്ന തരത്തിലുള്ള മുബാഹായ, അനുവദനീയമായ കാര്യങ്ങളിലെങ്കിലും നമ്മുടെ സമയത്തെ ചെലവഴിക്കണം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, എനിക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യം ഒരു വ്യക്തി അവൻ്റെ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് അവൻ ദുനിയാവിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, ആഖിറത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. വെറുതെ സമയം പാഴാക്കുന്ന ആളുകളെ കുറിച്ചാണ് ഞാൻ ഏറ്റവും ദേഷ്യപ്പെടുന്നതെന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയുന്നുണ്ട്. അവരെ കൊണ്ടാണ് സൊസൈറ്റിയിൽ ഏറ്റവും വലിയ ഷെറുണ്ടാകുക. വെറുതെ ഇരിക്കുന്നവരായ ആളുകൾ. ദുനിയാവിൻ്റെ പണി ഉണ്ടാവില്ല, ഈ ലോകത്ത് ചെയ്തു തീർക്കേണ്ട ഒരുപാട് പണികൾ ഉണ്ടാകും, അതുണ്ടാവില്ല, ആഖിറത്തിന്റെ പണി ഉണ്ടാവില്ല. മഹാനവറുകൾ പറയാണ്, നഫ്സ് എന്ന് പറയുന്നത് ഒരിക്കലും അത് വെറുതെ ഇരിക്കൂല. ഒഴിവ് സമയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ബൽ ഇല്ലം യുശ്ഗിൽഹാ ബിമാ യൻഫഉഹാ ശഗലതുഹു ബിമാ യളുറുഹു വലാ ബുദ്. തീർച്ചയായും അത് ഉപകാരമുള്ള കാര്യങ്ങളുമായി മനസ്സിനെ ബന്ധപ്പെടുത്തിയിട്ടില്ല എങ്കിൽ അത് വഴികേടിലേക്ക് എത്തിക്കുമെന്ന് പറയാണ്. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, വൽ അസ്ർ എന്നുള്ള ഖുർആനിൻ്റെ വിശദീകരണം മുന്നിൽ വെച്ചുകൊണ്ട് പറയുന്നുണ്ട്, കാലം തന്നെയാണ് സത്യം. ഈ ആയത്ത് എനിക്ക് മനസ്സിലായത്, അദ്ദേഹം ഒരു മഹാന്റെ വാക്കെടുത്തിട്ടാണ് പറയുന്നത്. ഒരു ഐസ് കച്ചവടക്കാരൻ അദ്ദേഹം വിളിച്ചു പറയാണ്. എന്താണ് വിളിച്ചു പറയുന്നത്? അദ്ദേഹത്തിൻ്റെ ഐസ് വിറ്റഴിക്കാൻ വേണ്ടി പറയാണ്, എൻ്റെ മൂലധനം അലിഞ്ഞു തീരുന്നതിന് മുമ്പ് നിങ്ങൾ എന്നെ വാങ്ങി സഹായിക്കണം. അഥവാ ഈ വസ്തു ഉരുകി തീരുന്നതിന് മുമ്പ് ഇത് വാങ്ങിച്ചാലാണ് എനിക്ക് ഇതിൻ്റെ പ്രയോജനം ഉണ്ടാവുള്ളൂ. ഐസ് തിന്നാലും ഇല്ലെങ്കിലും അത് തീർന്നു പോകും. മാക്സിമം അതിനെ ഉപയോഗപ്പെടുത്തണമെന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അഥവാ നമ്മുടെ ജീവിതത്തിൽ സമയങ്ങൾ അതുപോലെയാണ്, അത് നമുക്ക് മാക്സിമം ഉപയോഗപ്പെടുത്താനുള്ളതാണ്. ഇമാം ഹസൻ ബസീർ റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, ഞാൻ കണ്ട സലഫുകളെല്ലാം അവരുടെ ദിർഹമിനേക്കാളും ദീനാറിനേക്കാളും അവർ സമയത്തിന് പ്രാധാന്യം കൊടുത്തിരുന്നതാണ്. നാളെ പരലോകത്തെത്തുമ്പോൾ നമ്മളോട് ചോദ്യം ഉണ്ടാകുന്ന യുവത്വത്തെക്കുറിച്ച് നീ എവിടെ ചെലവഴിച്ചു, ആയുസിനെ കുറിച്ച് എവിടെ ചെലവഴിച്ചു, ഇതൊക്കെ ചോദ്യം ഉണ്ടാകും. 5 കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് തയ്യാറെടുക്കണമെന്ന് നബി തങ്ങൾ പറഞ്ഞു. അസുഖം വരുന്നതിന് മുമ്പ്, രോഗം വരുന്നതിന് മുമ്പ്, ആരോഗ്യ സമയത്ത് നീ ആഖിറത്തിന് വേണ്ടി തയ്യാറെടുക്കണം. ദാരിദ്ര്യം വരുന്നതിന് മുമ്പ് നീ സദഖ ചെയ്തുകൊണ്ട് ആഖിറത്തിന് വേണ്ടി തയ്യാറെടുക്കണം. ജോലി തിരക്കുകൾ ജീവിതത്തിൽ വരുന്നതിന് മുമ്പ് നിന്റെ ഒഴിവ് സമയങ്ങൾ ആഖിറത്തിന് വേണ്ടി നീ മാറ്റിവെക്കണം. മരണം വരുന്നതിന് മുമ്പ് യഥാർത്ഥമായ പരലോകത്തെ ജീവിതത്തിന് വേണ്ടി നീ തയ്യാറെടുക്കണം. ഇതൊക്കെ നിബിധങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ പൂർണ്ണമായും അവരുടെ ജീവിതം ഇതിനു വേണ്ടിയിട്ടാണ് ചെലവഴിച്ചത്. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജീവിതത്തിൽ വെറും 40-45 വയസ്സ് അദ്ദേഹം ദുനിയാവിൽ ജീവിച്ചിട്ടുള്ളൂ. പക്ഷേ അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കിതാബുകൾ അദ്ദേഹം എഴുതി വെച്ചിട്ട് പോയി. ചുരുങ്ങിയ ആയുസ്സാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് എത്തുന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ സമയത്തിൽ വലിയ ബർക്കത്ത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായി. ഒരു സംഭവം ഒരു ആലിമിൽ നിന്ന് കേൾക്കാൻ സാധിച്ചു. തുർക്കിയിലെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഷെയ്ഖ് മുഹമ്മദ് അവ്വാമയെ കുറിച്ച് നേരിട്ട് അദ്ദേഹത്തിന്റെ മകൻ ഈ ആലിമിനോട് പറയുന്ന ഒരു സംഭവം കാണാൻ സാധിച്ചു. മകൻ ഷെയ്ഖ് മുഹീദ്ദീൻ അദ്ദേഹത്തിന്റെ വാപ്പയെക്കുറിച്ച് പറയാണ്, എൻ്റെ വാപ്പ എല്ലാ ദിവസവും 90 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. 90 വയസ്സ് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ദിവസവും ഫജ്ർ നമസ്കാരത്തിന്റെ 3 മണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിക്കുന്ന 3 മണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിക്കും. ഏത് പ്രായത്തിൽ? 90ാമത്തെ വയസ്സിൽ. ഭക്ഷണത്തിനും നമ്മളൊക്കെ ഒന്ന് ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ഭക്ഷണം അധികമായിട്ട് കഴിച്ച് ഉറക്കം അധികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ
സംഭവിക്കുന്ന ഇതുപോലെയുള്ള നഷ്ടങ്ങൾ ജീവിതത്തിലുണ്ടാകും. തഹജ്ജുദ് നമസ്കാരങ്ങൾ, ഖുർആൻ പാരായണങ്ങൾ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ആഖിറത്തിലാണ് ഇതിൻ്റെ നഷ്ടത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാകുള്ളൂ. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ വാപ്പ പകലിൽ 10 മണിക്കൂർ തുടർച്ചയായിട്ട് ദീനിൻ്റെ ഇൽമ് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. ദർസിലായിരിക്കും 10 മണിക്കൂർ തുടർച്ചയായിട്ട്. ഏത് വയസ്സിലാണ് പറയുന്നത്? എന്നിട്ട് ആ ആലിമ പറയുന്നുണ്ട്, ശരീരത്തിന് പ്രായമാകും, പക്ഷേ ഈമാനിനും സാലിഹായ അമലുകൾക്കും പ്രായമാകില്ല എന്നാണ്. ഈമാൻ അത് ഷാബായിട്ട്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ട്. മനുഷ്യന്റെ ശരീരത്തിന് പ്രായമാകും, അവന്റെ മോശമായ ആഗ്രഹങ്ങൾക്ക് പ്രായമാകില്ല എന്നാണ്. അപ്പൊ നമ്മുടെ ശരീരത്തെ എങ്ങനെയാണ് നമ്മൾ ശീലിപ്പിക്കുന്നത്? ആ രീതിയിലായിരിക്കും നമ്മുടെ വാർദ്ധക്യം ഉണ്ടാവുക. വാർദ്ധക്യത്തിലെത്തുന്ന സമയത്ത് കൂടുതൽ അമൽ ചെയ്യാനുള്ള ആഗ്രഹമുണ്ടാകണമെങ്കിൽ, ആ പതിവുണ്ടാകണമെങ്കിൽ നമ്മുടെ ചെറുപ്രായത്തിൽ തന്നെ നമ്മൾ പരിശീലിക്കണം. നമ്മുടെ മനസ്സിനെ തയ്യാറാക്കണം. അങ്ങനെ പരിശീലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സും ശരീരവും ആഗ്രഹിക്കാതെ മാത്രമായിരിക്കും, തിന്മകൾ ആഗ്രഹിക്കുകയില്ല എന്നുള്ളതാണ്. അള്ളാഹു അമൽ ചെയ്യാനുള്ള തൗഫീക്ക് തരുമാറാകട്ടെ. മഹാന്മാർ പറഞ്ഞു തരുന്ന ഉപദേശങ്ങളൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അതിലൂടെ ഹറാമുകളിൽ നിന്ന് പരിപൂർണമായി മാറി നിൽക്കുവാനും അള്ളാഹുവിലേക്ക് കൂടുതലായി അടുക്കുവാനും, ഓരോ നമസ്കാരം ഓരോ വക്തുകൾ കഴിയുന്തോറും ആ നമസ്കാരത്തിൽ ഈമാൻ വർദ്ധിക്കാൻ, ആ നമസ്കാരത്തിലൂടെ അള്ളാഹുമായി അടുക്കാൻ, ഓരോ ഇബാദത്തിലൂടെയും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനുള്ള വലിയ സൗഭാഗ്യം അള്ളാഹു നമുക്ക് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാനിൻ്റെ മാധുര്യവും ലദ്ദത്തും, ഇബാദത്തിലുള്ള ലദ്ദത്തും, തഹജ്ജുദ് നമസ്കാരവും അതിലെ പാരായണവും ഖുർആന്റെ പാരായണവും അതിലുള്ള രസവുമൊക്കെ ദുനിയാവിലെ ഭക്ഷണത്തിൻ്റെ രുചിയേക്കാൾ, ഉറക്കത്തിൻ്റെ രുചിയേക്കാൾ, ബാക്കി ഭൗതികമായ വസ്തുക്കളുടെ